comment and subscribe. ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 9ാം ക്ലാസ്സുകാരുടെ കേരള സിലബസുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ചാപ്റ്ററാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഫസ്റ്റ് നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ മോളിക്യൂൾ എന്ന് പഠിക്കും. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സബ്സ്റ്റൻസുകളും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മോളിക്യൂൾ എന്ന് പറയുന്നത്? വാട്ട് ഈസ് എ മോളിക്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതാം? all particle in our surrounding, all substances in our surroundings are made up of small particles called molecule. അപ്പോൾ what are molecule? All substances in our surrounding are made up of small particles called മോളിക്യൂൾസ്. ഓക്കെ, അതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടിയിൽ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ട് ആർ ആറ്റംസ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ആറ്റംസ്. ആറ്റംസ് എന്താണ്? ഈ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ള വീണ്ടും കുഞ്ഞു സാധനങ്ങളെ പറയുന്നത്, കുഞ്ഞു പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ആറ്റംസ്. ഫസ്റ്റ് എല്ലാ സബ്സ്റ്റൻസസ് ഉണ്ടാക്കിയിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ്. ഇനി ഓൾ മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്, അതാണ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു വാട്ട് ആർ ആറ്റംസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആറ്റമിക് തിയറി എന്ന് പറയുന്നത് 1807 1807 ഈ 1807 ജോൺ ഡാൽട്ടൺ എന്ത് ചെയ്തു? ആറ്റമിക് തിയറി ആൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ അടിയിൽ കാണുന്ന ആ ബോക്സ് ഉണ്ടല്ലോ, ഒരു ഓറഞ്ച് ബോക്സ് വന്നിട്ടില്ലേ, ഒരു ആറ്റമിക് തിയറീൻ്റെ ഒരു 6 പോയിൻ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വാട്ട് ആർ ആറ്റമിക് തിയറിയുടെ പോയിൻറ്റ്സ് ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കാം. ആറ്റമിക് തിയറിയുടെ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ മോളിക്യൂൾ അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നു, മാറ്റർ അല്ലെങ്കിൽ മോളിക്യൂൾ. അപ്പോൾ ഈ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? കുഞ്ഞ് ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ. അപ്പോൾ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം, ഫസ്റ്റ് വൺ. പിന്നെ രണ്ടാമത് പറയുന്നത് ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, ആറ്റം ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആ പോയിന്റ് എഴുതിയാൽ മതി. ആറ്റത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, ആർക്കും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഇപ്പോൾ ഒരു പെൻസിൽ എടുക്കാമെന്ന് വിചാരിക്കുക. ഈ ഒരൊറ്റ പെൻസിൽ, ഈ പെൻസിലിൻ്റെ ഉള്ളിൽ കുറേ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റംസിന് എല്ലാത്തിനും ഒരേ എന്തായിരിക്കും? പ്രോപ്പർട്ടീസും സൈസും ഒക്കെ ആയിരിക്കും. എല്ലാ സൈസും ഒരേപോലെ ആയിരിക്കും, ഷേപ്പ് ഒരേപോലെ ആയിരിക്കും, അതൊക്കെ ഒരുപോലെ ആയിരിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു പെൻസിലും ഒരു പേനയും എടുക്കാമെന്ന് വിചാരിക്കുക. അത് രണ്ട് സാധനങ്ങളാണ്, 2 എലമെൻറ്റുകളാണ്. ഈ 2 എലമെൻറ്റുകളാകുമ്പോൾ അതിനെന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ആറ്റംസിൻ്റെ 2 മാസുകളായിരിക്കും, പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ്. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറെൻറ്റ് മാസ് എന്ന് പറയുന്നത്. ഈ അഞ്ചാമത്തെ പോയിന്റ് പറയുമ്പോൾ എന്താണ്? ആറ്റം ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. കുഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും കെമിക്കൽ റിയാക്ഷൻസിലൊന്നും, ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല, ആറ്റത്തിന് പറ്റില്ല. ഓക്കെ, ആറ്റം ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് 2 ആറ്റം തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ വെൻ ആറ്റംസ് ഓഫ് 2 ഓർ മോർ എലമെൻറ്റ്സ്, 2 എലമെൻറ്റ്സിൻ്റെ ആറ്റംസുകൾ ജോയിൻ ചെയ്തിട്ടൊരു കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു. ഇതിനെ സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത്. 2 ആറ്റംസുകൾ ജോയിൻ ചെയ്തിട്ടൊരു കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു. ഓക്കെ, അതപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ആറ്റം എന്താണ്? സ്മോൾ പാർട്ടിക്കിൾസ്, മൈന്യൂട്ട് പാർട്ടിക്കിൾസിനാണ് ആറ്റംസ് എന്ന് പറയുന്നത്. ആറ്റംസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണത്തിൻ്റെ ആറ്റംസ് എന്തായിരിക്കും? സെയിം ഷേപ്പും പ്രോപ്പർട്ടീസ് ആയിരിക്കും. 2 എലമെൻറ്റുകളുടെ ആറ്റംസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആറ്റം ചെറുതായതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കില്ല. ആറാമത് പറഞ്ഞത് എന്താണ്? 2 ആറ്റംസ് ജോയിൻ ചെയ്ത്, എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ജോയിൻ ചെയ്ത് ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ജോൺ ഡാൽട്ടൻ്റെ എന്ത് ചെയ്തത്? ആദ്യം പ്രൊപ്പോസ് ചെയ്ത കുറച്ച് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ ഡാൽട്ടൻ്റെ അടിയിൽ തന്നിട്ടുണ്ട് ഈ ഡാൽട്ടന് കളർ ബ്ലൈൻഡ്നെസ്, കണ്ണിന് കളേഴ്സ് എന്താ പറയുക നോക്കുന്നതിൽ ഒരു പ്രശ്നം, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു, ആ അസുഖം ഉണ്ടായിരുന്നു. അത് ഡാൽട്ടോണിസം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് വരില്ല, നിങ്ങൾ ഇത് പഠിക്കാം, ഈ പോയിന്റുകൾ പഠിക്കാം. ഇനി അതിന് ശേഷം വരുന്നത് ഇനി ആറ്റത്തിനേക്കാളും കുഞ്ഞു സാധനങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, കാരണം ആറ്റത്തിൻ്റെ ഉള്ളിലും ഇനിയും വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് കണ്ടുപിടിച്ചിട്ട് കുറേ സയൻറ്റിസ്റ്റുകൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് പിടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ബലൂൺ എടുത്ത് നിങ്ങളെ മുടിയിൽ റബ്ബ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും. അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുക്കുക, സ്കെയിൽ എടുത്തിട്ട് മുടിയിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഉരച്ചിട്ട് ഒരു ചെറിയൊരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്കെയിലും പേപ്പർ ഒട്ടും. അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ തന്നെ കുറേ ഒരു ചീർപ്പ് എടുത്തിട്ട് ഉരയ്ക്കുക, എന്നിട്ട് ഒരു ചെറിയ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും. അപ്പോൾ കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്തോ ചാർജുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അത് ചെറിയ എക്സ്പെരിമെൻറ്റ്സ് ആണ്, അത് ആറ്റത്തിനേക്കാളും ചെറിയ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ കുറേ സയൻറ്റിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ സയൻറ്റിസ്റ്റുകൾ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം
ഫസ്റ്റ് സയൻറ്റിസ്റ്റ് സർ ഹംഫ്രി ഡേവിയാണ് സർ ഹംഫ്രി ഡേവി. അപ്പം ആൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കോമ്പൗണ്ട്സിൽ നിന്ന് അദ്ദേഹം കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആൾ എന്ത് ചെയ്തു, കോമ്പൗണ്ട്സിൽ നിന്ന് എലമെൻറ്റുകളെ വേർതിരിച്ച് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കോമ്പൗണ്ടുകളിൽ നിന്ന് ഇപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡോ അങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കാം, ഒന്നിച്ച് നിന്നില്ല. അതിന് ഓരോരുത്തരാക്കിയിട്ട് പൊട്ടാസ്യം മാത്രമായിട്ട് ആളെടുത്തു, സോഡിയം മാത്രമായിട്ട് എടുത്തു. ഇപ്പോൾ സോഡിയം സൾഫേറ്റ് ആയിട്ട് നിൽക്കുക, സോഡിയം ക്ലോറൈഡായിട്ട് നിൽക്കുമായിരുന്നു. അതൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ നിന്ന് ആൾ എന്ത് ചെയ്തു, സോഡിയത്തിനെ മാത്രം വേർതിരിച്ചു. അതാണ് പറയുന്നത്. ഒരു കോമ്പൗണ്ടിൽ നിന്ന് എലമെൻറ്റുകളെ മാത്രം ആളെടുത്ത ആളാണ് ആര്, ഹംഫ്രി ഡേവി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്നറിയോ, വെള്ളത്തിലേക്ക് ആൾ കറണ്ടിനെ പാസ് ചെയ്തു. അവിടെ പറയുന്നുണ്ട് ലിക്വിഡ്സിലേക്ക് കറണ്ടിനെ പാസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ചാർജുകൾ ഉണ്ടെന്ന് ആൾക്ക് തോന്നി, ഇലക്ട്രിക് ചാർജസ് പ്രസൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് അപ്പോൾ ആൾ പറഞ്ഞു അവിടെ എന്തുണ്ട്, 2 ടൈപ്പ് ഓഫ് ചാർജ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഒക്കെ ഉണ്ടെന്ന് ആൾ പറയണ്ടേ. അപ്പോൾ മെയിനായിട്ട് ഹംഫ്രി ഡേവി ചോദിച്ചു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്തു, കോമ്പൗണ്ടുകളിൽ നിന്ന് എലമെൻറ്റുകളെ വേർതിരിച്ചെടുത്ത ഒരാളാണ് ഹംഫ്രി ഡേവി എന്ന് പറയുന്നത്. ഓക്കെ, ആൾ വേർതിരിച്ചെടുത്ത ഇതുള്ള പേരെന്തൊക്കെയാണ്, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളെ പേര് എഴുതാം. ഓക്കെ, അത് ചെയ്തത് ലിക്വിഡ്സിൽ കൂടെ എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അവിടെ ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് മൈക്കൽ ഫാരഡെ ഈ ഹംഫ്രി ഡേവിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ആണ് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തത്. അദ്ദേഹത്തിന് പറഞ്ഞു, അപ്പോൾ മൈക്കൽ ഫാരഡെയാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്, മൈക്കൽ ഫാരഡെ കേട്ടോ. ഹൂ ഈസ് എ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, മൈക്കൽ ഫാരഡെ. ഓക്കെ, അപ്പോൾ ആൾ പറഞ്ഞത്, ഇയാളുടെ കൂടെ കുറച്ചിപ്പോൾ ഇയാൾ മുന്നത്തെ ആളിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ, വെള്ളത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്തിട്ട്. അപ്പോൾ ആളും അതേ എക്സ്പെരിമെൻറ്റ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇതാക്കിയത്. ആൾ പറഞ്ഞ കാര്യത്തിന്, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സം ലിക്വിഡ് സബ്സ്റ്റൻസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദെയർ കോമ്പൗണ്ട് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. അതായത് ഇപ്പോൾ ഈ വെള്ളത്തിൽ കുറേ പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, ഇതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഈ പാർട്ടിക്കിൾസ് വീണ്ടും കുഞ്ഞു വേറെ എന്തോ സാധനങ്ങളായിട്ട് മാറുന്നു എന്ന് ആൾ കണ്ടുപിടിച്ചു. ആ പ്രോസസ്സിനാണ് പറയുന്നത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ആൾ പറയുന്നത് എന്താണ്, അപ്പോൾ ഇങ്ങനെ ലിക്വിഡിലെ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വേറെ ചെറിയ കോമ്പോണൻസുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു. അവിടെ ലോ ഓഫ് ഇലക്ട്രോളിസിസിനെ അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ആളാണ്, നീല ബോക്സിൽ വന്നിട്ടുണ്ട്, ഹെൻറിച്ച് ജെസ്ലർ. ഓക്കെ, ഹെൻറിച്ച് ജെസ്ലർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജർമ്മൻ ഫിസിസ്റ്റാണ്. ഇൻവെൻറ്റഡ് ഡിസ്ചാർജ് ട്യൂബ്. അപ്പം ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആളാണ് ജെസ്ലർ. അപ്പോൾ ജെസ്ലർ എന്ന് പറയാൻ വാക്വം ട്യൂബ് കണ്ടുപിടിച്ചു. ആദ്യത്തെ ആൾ ഹെൻറി ഡേവി കോമ്പോണൻറ്റുകളിൽ നിന്ന് എലമെൻറ്റുകൾ കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിച്ച ആൾ മൈക്കൽ ഫാരഡെ. പിന്നെ വാക്വം ട്യൂബ് കണ്ടുപിടിച്ച ആളാണ് ഹെൻറിച്ച് ജെസ്ലർ. ഓക്കെ, വാക്വം ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. ഇൻവെൻഷൻ ഓഫ് ദിസ് റിവീൽഡ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ഗ്യാസസ്. പിന്നെ കറണ്ടിൽ, അതായത് ഇലക്ട്രിസിറ്റി ഗ്യാസിലൂടെ പാസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചത് ഈ ഒരു വാക്വം ട്യൂബ് കണ്ടുപിടിച്ചതോടുകൂടിയാണ്. അപ്പോൾ ഇൻവെൻഷൻ ഓഫ് ദിസ് റിവീൽഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഗ്യാസസ് എന്ന് പറഞ്ഞു. എക്സ്പെരിമെൻറ്റ് കണ്ടക്ടഡ് ജെസ്ലർ ആൻഡ് പ്ലക്കർ ആക്സിലേറ്റർ സ്റ്റഡീഡ് അബൌട്ട് ദിസ് നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ അടുത്ത ആൾ വരുന്നുണ്ട്, അപ്പോൾ അവർ കൂടി ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഹെൻറിച്ച് ജെസ്ലറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്വം ട്യൂബ് കണ്ടുപിടിച്ചു, പിന്നെ ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലാക്കി തന്നതും ഈ ഒരു കാര്യത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ജൂലിയസ് പ്ലക്കർ. ഇപ്പോൾ ജൂലിയസ് പ്ലക്കർ പറയുമ്പോൾ ജൂലിയസ് പ്ലക്കർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഗ്യാസിലൂടെ പാസ് ചെയ്യുന്നു, മറ്റേ ലോ പ്രഷർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആൾ ചെയ്തത്. ആൾ ഇലക്ട്രിക് ഡിസ്ചാർജ് കണ്ടുപിടിച്ച ആളാണ് ജൂലിയസ് പ്ലക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ആൾക്ക് എന്ത് കിട്ടി, ഒരു ലൈറ്റ് അവിടെ കിട്ടി, ഒരു ഗ്രീൻ ലൈറ്റ് അവിടെ കാണാൻ പറ്റി. ആൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് വെച്ചപ്പോൾ എന്ത് ചെയ്യും, ഈ ഗ്രീൻ ലൈറ്റിൻ്റെ പൊസിഷൻ മാറിയിട്ട് വേറെ ഒരു സ്ഥലത്തേക്കാവും. അപ്പോൾ ആൾക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു ഒരു കാഥോഡ് ആനോഡ് എന്തോ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്ന് ആൾക്ക് അവിടെ മനസ്സിലായി. ഓക്കെ, ഇനി അതിനുശേഷം വില്യം ക്രൂക്സ് മെയിനായിട്ട് എന്താ പറയുക എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു എന്നുള്ളൂ. അത് കാഥോഡിൻ്റെ റേസ് വെച്ചിട്ട് കുറേ എക്സ്പെരിമെൻറ്റ്സ് ആൾ ചെയ്തിട്ടുണ്ട്. അതാണ് ആളവിടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നുണ്ട് എന്താണ്, ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ്, ദ ആറ്റംസ് മെയ്ഡ് അപ്പ് ഓഫ് കുറേ മൈന്യൂട്ട് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് യൂഗൻ ഗോഡ്സ്റ്റീൻ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ്. കാരണം ആളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആനോഡ് റേസ് കണ്ടുപിടിച്ചത് യൂഗൻ ഗോഡ്സ്റ്റീൻ ആണ്. സയൻറ്റിസ്റ്റ് റെക്കഗ്നൈസ് പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ്, അതായത് അതിൻ്റെ ഉള്ളിലൊരു ഈ ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പ്രൊഡ്യൂസ്ഡ് ആനോഡ് റേസ്, അതാണ് പോസിറ്റീവ് ആനോഡ് റേസിനെ കണ്ടുപിടിച്ച ആൾ ഇദ്ദേഹമാണ് ആര്, യൂഗൻ ഗോഡ്സ്റ്റീൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം വരുന്ന വെൽഹം റോങ്ടൺ, ഇയാൾ കണ്ടുപിടിച്ചത് എക്സ്റേ കണ്ടുപിടിച്ച ആളുടെ പേരാണ് വെൽഹം റോങ്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടായിട്ട് ഞാൻ വല്ല ഷോർട്ട് വീഡിയോ അങ്ങനെ ഇടാം ഈ സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി നെക്സ്റ്റ് അടുത്ത പാർട്ട് നമുക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ.